അപ്പോൾ രാവിലെ ഞാൻ ഈ മാച്ചിൻ്റെ ഈ പോസ്റ്റിംഗ് വരുന്ന സമയത്ത് ഞാനിത് കണ്ടിട്ടില്ല. അപ്പോൾ ജവഹൽ ശ്രീനാഥ് ഇപ്പം എല്ലാ മലയാളികളും ചേട്ടന്മാരാണ്. ഇപ്പം അമ്പയർമാരെല്ലാവരും എന്നെ ചേട്ടാന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ജവഹൽ ശ്രീനാഥ് എന്നെക്കാട്ടിലും മൂത്തതാണ്, പുള്ളിക്കാരനും ചേട്ടാ എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത്. അപ്പം ചേട്ടാ ഡിഡ് യു സീ ദ പോസ്റ്റിംഗ്? അപ്പം ഞാൻ പറഞ്ഞില്ല, വന്നിട്ടില്ല. വന്ന് നീ മെയിൽ നോക്ക്, യു ആർ നോട്ട് സീയിങ് എനിത്തിങ്. അപ്പോൾ അത് വന്നു മീൻസ് തീർച്ചയായിട്ടും ഹാപ്പി ആയിരുന്നു. കാരണം ഓൺ ഫീൽഡ് കിട്ടുന്നത് നമുക്കൊരു വലിയൊരു നേട്ടം തന്നെയാണ്. പറഞ്ഞാൽ ഞാനിപ്പം രഞ്ജി ട്രോഫി ഫൈനൽ ഞാൻ ചെയ്തിട്ടുണ്ട് 3 എണ്ണം. പിന്നെ അതേപോലെ ദുലീപ് ട്രോഫി ചെയ്തിട്ടുണ്ട്, ഇറാനി ട്രോഫി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡൊമസ്റ്റിക്കിൽ 1 ഡേ സയ്യിദ് മുഷ്താഖ് അലി, വിജയ് ഹസാരെ. അപ്പോൾ അതിൽ ഇത് നമുക്ക് പറഞ്ഞാൽ ആകപ്പാട് നിതിൻ മേനൻ 8 പ്രാവശ്യമായി. പിന്നെ രവി എനിക്ക് ഒരു 3-4 പ്രാവശ്യം രവി ചെയ്ത് കാണുമെന്നാണ് എൻ്റെ വിശ്വാസമുള്ളത്. പിന്നെ കഴിഞ്ഞ കൊല്ലം മദനഗോപാൽ ചെയ്തു. അപ്പം നമ്മുടെ ഇന്ത്യൻ അമ്പയേഴ്സ് മാക്സിമം എനിക്ക് തോന്നുന്നു ഒരു 3-4 പേര് ചെയ്തിട്ടുണ്ട്, 4 പേര് മറ്റേ ചെയ്തിട്ടുള്ളൂ ഇപ്പം എൻ്റെ മുമ്പിൽ. സോ അതിൽ നമുക്കൊരു അവസരം കിട്ടുക, അതിൽ ഫീൽഡിൽ അതും ഞാൻ ഇൻ്റർനാഷണൽ ഡെബ്യൂ ചെയ്ത ഗ്രൗണ്ടിൽ തന്നെ. പറഞ്ഞാൽ എനിക്കൊരു ലക്കി ഗ്രൗണ്ടാണ് അഹമ്മദാബാദിൽ. ഞാൻ T20 ചെയ്തത് അവിടെയാണ് എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ മാച്ച് തുടങ്ങുന്നത്. അപ്പം കഴിഞ്ഞ കൊല്ലം TV എംപയറായിട്ട് ചെയ്തിരുന്നതും അഹമ്മദാബാദിൽ തന്നെയായിരുന്നു. സോ ഇപ്പം ഫൈനൽ കിട്ടുന്നതും ഒരു 1,20,000 പേരുടെ മുമ്പിൽ നമുക്ക് ഇറങ്ങാൻ ഒരു ഭാഗ്യം കിട്ടുന്ന, നമുക്കത് റെയർ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അത് കിട്ടുന്നത് വലിയൊരു കാര്യം.